ഇപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ വരുന്നവരാണെങ്കിൽ തന്നെ അവരെല്ലാവരും ആ ഒരു ക്രൗണിന് വേണ്ടി വരുന്ന ആൾക്കാരാണ്. എനിക്ക് ആ ക്രൗൺ കിട്ടിയില്ല എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞ ഡിപ്രഷൻ അടിച്ച് വീട്ടിൽ ഇരുന്ന് എൻ്റെ ജീവിതം മുന്നോട്ട് പോകൂ. സോ അത് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് വെച്ചിട്ട് ഞാൻ നിൽക്കും. കുക്കിംഗ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്? അതെ, കുക്കിംഗ് ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടം നാടൻ ഫുഡ്സാ. ചോറ്, മീൻ കറി, ചമ്മന്തി. വീട്ടിൽ പോരുന്നോ? ശരി, ഞാൻ കൊണ്ടുപോവാ. വീട്ടിൽ പോരുന്നോ? Abusing? Did your parents abuse you? No parents. You better tell the truth, otherwise he won't let you inside the house tonight. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിലുണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. So, ladies and gentlemen, now we are starting Super Sundari 2025. Are you ready? Yes. So, ladies and gentlemen, we are moving on to the first round, introduction round. കോഴിക്കോടുകാരിയല്ലേ? അതെ. എങ്ങനെ മോളെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുക? ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ സത്യമായിട്ട്. കുക്കിംഗ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്? അതെ, കുക്കിംഗ് ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടം നാടൻ ഫുഡ്സാ. ചോറ്, മീൻ കറി, ചമ്മന്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വീട്ടിൽ പോരുന്നോ? ശരി, ഞാൻ കൊണ്ടുപോവാ. വീട്ടിൽ പോരുന്നോ? അല്ല ഐഷക്കുട്ടി, നല്ല ചമ്മന്തി എങ്ങനെ അരക്കുക? നല്ല ചമ്മന്തി തേങ്ങ, ആ, പിന്നെ എനിക്ക് ചെമ്മീൻ ചമ്മന്തിയാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ ഉണക്ക ചെമ്മീൻ, ഒന്നെങ്കിൽ ഉണക്ക ചെമ്മീൻ അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ ചമ്മന്തി. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, കുറച്ച് ഉപ്പ്, പിന്നെ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില, കുറച്ച് വെള്ളം ഒഴിക്കുക, അരയ്ക്കുക. പിന്നെ കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇരിക്കും. അപ്പൊ ഉള്ളി ചേർക്കില്ല? ഇല്ല, എനിക്ക് ഉള്ളി ഇഷ്ടമല്ല. അങ്ങനെ വരട്ടെ. ഇല്ല, ഫിറോസിക്ക് എന്തോ ചോദ്യമായിട്ടല്ലേ വന്നിരുന്നത്? ഞാനിപ്പോ ചെമ്മീൻ ചമ്മന്തിയിൽ മുങ്ങിപ്പോയി. അതിനകത്ത് ഇഞ്ചി ഇട്ടില്ല, ഇഞ്ചിയും കൂടെ ഇട്ടിരുന്ന പൊളിച്ചേനെ അല്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഷിഫ, ഡാസ്ലർ സൂപ്പർ സുന്ദരിയിൽ വരാൻ വേണ്ടിയിട്ട് സെൽഫിനെ കുറേ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്, കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ ചേഞ്ചസ് ആണ്? കോൺഷ്യസ്ലി ഫസ്റ്റ് 3 എന്തൊക്കെയാണ് മാറ്റിയിട്ടുണ്ടാവുക? ഫസ്റ്റ് 3 പറയുമ്പോൾ എൻ്റെ കോൺഫിഡൻസ്. ഞാൻ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള ആളാണ്. അത് ഇപ്പോഴും എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഫുള്ള് മാറിയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ ഒരു മോഡലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. അത് സൂപ്പർ സുന്ദരിയിലേക്ക് വരുന്നേരം എനിക്ക് എല്ലാവരും, ഇവിടെയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും എല്ലാവരും ഒരു ഫാമിലി വൈബ് തരിക. അപ്പോഴത്തേക്ക് എൻ്റെ കോൺഫിഡൻസ് കുറച്ചുകൂടി കൂടി. പിന്നെ ഞാൻ സെക്കൻഡ് ചെയ്തത് മെയിൻറ്റെയിനിങ് മൈ ബോഡി. അത് ഞാൻ നല്ലപോലെ എൻ്റെ ബോഡിയൊക്കെ ഫിറ്റാക്കി കൊണ്ടുവരുന്നുണ്ട്. ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. പിന്നെ തേർഡ് റിജക്ഷൻസ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ വരുന്നവരാണെങ്കിൽ തന്നെ അവരെല്ലാവരും ആ ഒരു ക്രൗണിന് വേണ്ടി വരുന്ന ആൾക്കാരാണ്. എനിക്ക് ആ ക്രൗൺ കിട്ടിയില്ല എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞ ഡിപ്രഷൻ അടിച്ച് വീട്ടിൽ ഇരുന്ന് എൻ്റെ ജീവിതം മുന്നോട്ട് പോകൂ ഇല്ല. സോ അത് എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്നുള്ള സാധനം മൈൻഡിൽ വെച്ച് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് വെച്ചിട്ട് ഞാൻ നിൽക്കും. വെൽ സെഡ്, താങ്ക് യു. Can I have your sister on stage, please?
I'm not really sure if she's gone to change. To be honest, you guys are like a copy paste. This is from God's creativity. ഈ സൂപ്പർ സുന്ദരി എന്നുള്ള ഈ പ്രോഗ്രാമിന് വേണ്ടി തന്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എഫേർട്ട് എന്താണെന്ന് Through this whole journey, I just get a little support from my family. Since my parents are not into modeling and they are well educated, and also my family is well educated, so they are more interested in like leading a normal life, not about fashion or something like that. So I strive a lot, I sacrifice a lot, I got several humiliation. എന്നെ ഞാനാക്കുന്നത് ഞാൻ എന്ത് ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന ഹാപ്പിനെസ് കിട്ടുന്നോ ദാറ്റ്സ് വാട്ട് ഇസ് മേക്കിംഗ് മീ എ ട്രൂ പേഴ്സൺ, എ ട്രൂ ജെന്യുവൻ പേഴ്സൺ. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ്. I have a question in this answer. Sometime back you once said that you take others' opinion. Decision making, when she asked, when it is your own decision, you also take interest in taking others' opinion to make sure to make it a better decision. But just now you answered the completely opposite thing. Whenever we are entering a new field or something, we have to get opinion from others because human beings are not perfect. Like we are naive, we are innocent. So first of all, we have to know about every consequences, merits, demerits and everything. Amalgamating everything, and we have to finally conclude our decision. I just strongly believe in that. My dear, opinion is different and humiliation is different. You just said you got humiliated by your own family members. And like they are not very interested in modeling. It is not humiliation. It is a rejection. It's not rejection. They even like personally, I don't know whether it is I have to say here, but I got humiliated. Like they're just teasing me and everything. But Teasing you for what? like fashion is not a cup of tea for my family. Modeling and everything is not a cup of tea for my family. So you feel it is a humiliation? I feel. It is not a humiliation. It is just an opinion of a No, parent. I don't think so. Because I cried a lot after hearing those abusing and everything. Abusing? Did your parents abuse you? No parents. Huh. Like, my brother is not like, letting me to follow this fashion and everything. You better tell the truth, otherwise he won't let you inside the house tonight. You are humiliating him on the camera. You are humiliating him right now. Are you sure? Where is your brother? ഇവിടെ ഉണ്ടോ? ചേട്ടോ ഇവിടെ ഉണ്ടോ? ഇല്ല? Is he here? I don't know whether he can or not. My dear, when a family comes forward and they tell Like, you, my mother is supporting me. ഇപ്പൊ അമ്മ സപ്പോർട്ടിംഗ് ആണല്ലേ? Like, I have to explain everything, cry everything. Like, even I look for several part-time jobs to pay all the fees and everything. So They are not taking care of your bills? they are paying, but Then what are you paying? like I'm actually a classical violinist. I'm teaching them, so I get paid for that. Can I give you a small advice as a sister? And your parents are giving you any advice, and when they said they don't like certain things, don't call it as a humiliation in the mid of the public. Because actually, you are representing your family here. And that is the biggest quality of a person. You should never humiliate your family. So, I am sorry, Amma Acha, if this happened on behalf of your daughter, I am saying sorry. You make him feel proud. The next moment No, he says, she's my sister. I just want to ensure them that I can do something better. I strongly believe that. Of course, you can do it. So be strong-minded and don't think your parents as or your father as an opponent. No, I truly love them, and my mother is kind of supporting, but I have to convince her a lot. I can't just say it in words. It will be like paragraph or essay or something like that. Really, I got no problem. This discussion will go on because I'm very much in favor of parents. Okay. Okay. And Okay, thank you so much. മോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നേഹ പറഞ്ഞപ്പോഴും മോളിത് പറഞ്ഞപ്പോൾ മോളുടെ അമ്മയും അച്ഛനൊക്കെ കാണുകയാണെങ്കിൽ അവരൊരു പക്ഷേ വിഷമിക്കും.
അല്ലെങ്കിൽ ഏട്ടൻ വിഷമിക്കും. അതുകൊണ്ട് മോളിപ്പോഴത്തെ പറഞ്ഞേക്ക് അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുക്കും. അതാ നല്ലത്. ശരിക്കും അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഇറ്റ് വാസ് ജസ്റ്റ് സ്പോണ്ടേനിയസ്. ഐ ഹാവ് ടു ആൻസർ ക്വിക്ക്ലി. Correct. So it's like I'm just an open person. I can't lie. മോളെ ശരിയാണ്, മോളെ ശരിയാണ്, ഓപ്പൺ പേഴ്സൺ ആണ്. പക്ഷെ നമ്മളുടെ വീട്ടിനകത്തുള്ളൊരു പ്രശ്നം നമ്മൾ ഒരിക്കലും പബ്ലിക്കിന്റെ മുന്നിൽ വന്നതെന്ന് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ പറയരുത്. അത് മോള് ശുദ്ധകരിക്കാരി ആയതുകൊണ്ട് പറഞ്ഞു. പക്ഷെ അത്തരമൊരു ശുദ്ധത പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന ഡാമേജ് വലുതാണ് എന്ന് മാത്രം പറയുന്നു. അത് ഓർമ്മയിലിരിക്കട്ടെ. ആ അച്ഛനും അമ്മയോട് നമ്മൾ ജഡ്ജിങ് പാനല് ക്ഷമ പറയുന്നു, സോറി പറയും. ഓക്കെ, മോളുടെ നല്ല മനസ്സ് ബ്രദറിനോടും പറയണം. അല്ല ഇത് വലിയ സംഗതിയായിട്ട് എടുക്കണ്ട. അബദ്ധം പറ്റിപ്പോയതാണ്. വൊക്കാബുലറിയുടെ ചെറിയ പ്രശ്നമാണ്. നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ അവള് ഹ്യൂമിലിയേഷൻ എന്ന് ഉദ്ദേശിച്ചത് സത്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു. അബ്യൂസീവ് എന്ന വാക്കല്ല അവൾ ഉദ്ദേശിച്ചിരുന്നത്, അല്ലേ? കറക്റ്റ് അല്ലേ? ആ ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു പെൺകുട്ടി അവളുടെ അനുഭവം എന്താണെന്നുള്ളത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയാൻ പറ്റില്ല. അപ്പോ അതിനെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞാൽ അവർക്ക് സങ്കടമാകും എന്നുള്ളതിനേക്കാൾ ഇന്ന് വൈകുന്നേരം മോളങ്ങോട്ട് പോട്ടെ, അതിനെ കുറിച്ചാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ അവിടെ പോയാലും ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടി ഉപദ്രവിക്കപ്പെടുകയാണെന്നൊരു പൊതുവേദിയിൽ വന്നെന്ന് പറയാൻ ധൈര്യമായിട്ട് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള വഴികളുണ്ട്. സമൂഹം സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഒരാൾക്കും എവിടെയും അടച്ചിടാൻ പറ്റില്ല. പ്രായപൂർത്തിയായി കഴിഞ്ഞ ഇന്ത്യൻ പൗരന് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ നിയമവശങ്ങളും താങ്കളുടെ കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ വേദിയിലേക്ക് അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവന്റ് പാർട്ട്ണറായ ലെസ്വാൻ എ യുണീക് സിഗ്നേച്ചറിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഫൈസലു മുഹമ്മദിനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണോ നിങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഫാമിലി ആയിട്ടുള്ള ഈ ഒരു കോൺട്രിബ്യൂഷൻ? ഫസ്റ്റ് ടൈമാണ് അല്ലേ നമ്മൾ ഇങ്ങനെ ഒരു മീറ്റപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഷോ ഒക്കെ നടത്തുന്നത്? സോ ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അത്യാവശ്യം ഫാഷൻ ഷോസ് ചെയ്ത് കുറച്ച് പരിചയമുള്ളതുകൊണ്ടും ഏകദേശമുള്ള രീതിയിൽ നിന്നും അത്യാവശ്യം ഒരു മാറ്റങ്ങൾ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ആ ഷോ പുള്ളി എന്നെ വിളിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം. അതിൻ്റെ ആ കണ്ടന്റും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഈവന്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. അതുമല്ല ലേറ്റ് ടൈമിലാണ് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഞങ്ങളെ കണക്ട് ചെയ്യുന്നതും. പിന്നെ വളരെ വളരെ സന്തോഷമാണ് അവരായിട്ടുള്ള ഡീലിങ്. നിങ്ങളുടെ ഫാമിലി എല്ലാം വളരെ ഹാപ്പിയാണ്. നിങ്ങൾ വൈബൊക്കെ ഒന്നും പറയാനില്ല. എല്ലാവരും ഭയങ്കര എന്താ പറയാ, ഞങ്ങളെക്കാളും ഞങ്ങളുടെ ടീംസ് എല്ലാം ഭയങ്കര കണക്ടിവിറ്റിയും അവരെല്ലാം ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന രീതിയിലാണ്. ഇനിയും മുന്നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഷോസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, ഉറപ്പായിട്ടും ചേട്ടാ, കീപ് ഇൻ ടച്ച്. അപ്പം ഞങ്ങളുടെ ഒരു സ്നേഹോപകാരമുണ്ട്, ഒരു ടോക്കൺ ഓഫ് ലവ്. അതിനുവേണ്ടി മിസ്റ്റർ കിഡിലൻ ഫിറോസിക്കനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നേഹ മാമിനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. സോ നമ്മുടെ ഇന്നത്തെ വെന്യൂ പാർട്ട്ണർ സെൻട്രൽ സ്ക്വയർ മാൾ ആണ്. സോ സെൻട്രൽ സ്ക്വയർ മാളിലെ എല്ലാ ടീമിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Next, I would like to welcome നമ്മുടെ ഈ സൂപ്പർ സുന്ദരി 2025 ഫാഷൻ കൊറിയോഗ്രാഫർ മിസ്റ്റർ ഗിപ്പി ഇയോൺ ഓൺ ടു ദ സ്റ്റേജ്.